നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എത്ര GB ആണ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുന്നതിൻ്റെ കൂടെ തന്നെ അതർ ഫയൽ എന്ന ഒരു കാറ്റഗറി വലിയൊരു GB മെമ്മറി സ്പേസ് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഫോണിനകത്തിരിക്കുന്ന അതർ ഫയൽ എന്താണെന്നും അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത അതർ ഫയലുകൾ, ആവശ്യമുള്ളതും ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത അതർ ഫയലുകൾ കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടാത്ത ഫയലുകൾ കണ്ടെത്തി റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെയുള്ള ഓക്കെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിക്കൊള്ളും. ഇനി പ്രധാനമായിട്ട് 2 പെർമിഷനാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഫയൽ അനലൈസർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ഓക്കെ കൊടുക്കേണ്ട ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഓൾ ഫയൽ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് നിങ്ങൾ എത്തുക. ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി പിറകിലേക്ക് തന്നെ വരിക. എന്നിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് അനലൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസേജ് ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എത്തും. അതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഫയൽ അനലൈസർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഫയലുകളും ലോഡാകാൻ സമയമെടുക്കും. നിങ്ങൾ ഈ കറങ്ങുന്നത് മുഴുവൻ നിർത്തുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ മുഴുവൻ ഫയലുകളും അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഫയൽ എത്രയൊക്കെ ഉണ്ടെന്ന് ഇത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ 9.62 GB അതർ ഫയൽ മാത്രമുണ്ട്. ഏകദേശം 7828 അതർ ഫയലുകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വേണ്ടാത്തതല്ല, ഇതിൽ വേണമെന്ന ഫയലും ഉണ്ട്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഫയലുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ 0 KB ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്നവരും വലിയ വലിയ MB-യും GB ഒക്കെയുള്ള ഫയൽ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ 7000-ന് മുകളിൽ അതർ ഫയലുകളുണ്ട്. അപ്പോൾ ഇത്രയും ഏറെ ഫയലുകൾ ഇതിനകത്ത് നിന്ന് നോക്കിയിട്ട് ഏതാണ് വേണ്ടുന്നത് വേണ്ടാത്തതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിനായിട്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു പിങ്ക് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. ആ പിങ്ക് ബട്ടണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ അതർ ഫയലുള്ള ഫോൾഡർ ആദ്യം വന്ന് നിൽക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 8 GB മുകളിൽ ഒരു ഫോൾഡറിൽ അതർ ഫയൽ ഉണ്ട്. അതുപോലെ തന്നെ 286, 283, 117 ഒക്കെ ഇങ്ങനെ ഒരുപാട് അതർ ഫയലുള്ള ഫോൾഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നതിന് മുമ്പ് ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്ത ഫയലാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഫോൾഡറിൻ്റെ ഒക്കെ പേര് നോക്കിയാൽ മതി. വലിയ ഫോൾഡർ നെയിം ആണെങ്കിലും അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ഇപ്പോൾ ആദ്യത്തെ 8 GB ഉള്ള ഫോൾഡറിൻ്റെ നെയിം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ വാട്സപ്പ് എന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് എന്നുണ്ട്. അതായത് ഇത് വാട്സപ്പിൻ്റെ ഡോക്യുമെൻറ്റ് ഫയലുകൾ ശേഖരിച്ച് വെക്കുന്ന ഫോൾഡറാണ്. ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ ഫയലൊക്കെ ഡോക്യുമെൻ്റായിട്ട് അയക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന വീഡിയോ തന്നെ ഒരു ഡോക്യുമെൻറ്റ് ഫയലായിട്ട് വാട്സപ്പിനകത്തും കിടക്കുന്നുണ്ട്. ഇതൊരു വാട്സപ്പ് എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൻ്റെ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം 300, 400, 200 ഒക്കെ MB ഉള്ള നിരവധി ഡോക്യുമെന്റ് ഫയലുകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതർ ഫയലിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ഇനി ഇങ്ങനെയുള്ള ഫയലുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ മുകളിൽ വലതുഭാഗത്തായിട്ട് ഒരു കോളം കാണാം. ആ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ ആ ഫോൾഡറിലുള്ള മൊത്തം ഫയലും മാർക്കാകും. അതായത് ഇതിൽ 8 GB ആണല്ലോ ഉള്ളത്, അത് മൊത്തമായിട്ട് മാർക്കാവും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പ്രിവ്യൂ നോക്കിയിട്ട് ഓരോന്ന് മാർക്ക് ചെയ്താൽ മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ കാണിക്കും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ആദ്യം ഡിലീറ്റ് കൊടുത്താൽ വീണ്ടും കൺഫേം ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്ത എല്ലാ ഫയലുകളും ഒരുമിച്ച് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൻ്റെ ഫോൾഡർ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 286 MB ഉള്ള ഒരു ഫോൾഡർ കാണാം. അത് കോറൽ ഡ്രോയുടെ ഫയലാണ്. അതായത് ഞാൻ മുമ്പ് എപ്പോഴോ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലും എനിക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അത് റിമൂവ് ചെയ്യുന്നതോടെ എനിക്ക് 286 MB ആണ് തിരിച്ചു കിട്ടാൻ പോകുന്നത്. മൊത്തത്തിൽ മാർക്ക് ചെയ്തിട്ട് കളയാം, അതൊന്നും വേണ്ടാത്തതാണ്. ഇതുപോലെ ഇതിനകത്തെ നിരവധി ഫോൾഡറിനകത്ത് നിന്ന് നമുക്ക് വേണ്ടാത്തതും വേണ്ടുന്നതും തിരിച്ചറിഞ്ഞിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാത്ത ടെമ്പററി ഫയൽ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ
ക്രോം ബ്രൗസർ വഴിയോ എന്തെങ്കിലും വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ പാതി വഴിയൊക്കെ ചില ഡൗൺലോഡിങ്ങിൽ നിന്ന് പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും അത് വേറൊരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് പകുതിക്കകത്ത് നിന്ന ഫയൽ ടെമ്പററി ഫയലായിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത്തരം ഫയലുകളൊക്കെ ഇതിനകത്തുള്ള പല ഫോൾഡറിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്തി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ എറർ ആകും, ചിലത് സേവ് ആകാതെ വരും. അത്തരം സാഹചര്യത്തിലൊക്കെ അതിൻ്റെ പാതി ടെമ്പററി ഫയൽ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത്തരം ഫയലൊക്കെ കണ്ടെത്തി റിമൂവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് വലിയൊരു മെമ്മറി സ്പേസ് ഇതിലൂടെ ഫോണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് അതർ ഫയലുകൾ മാത്രമല്ല കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ ഇതിനകത്ത് നിന്ന് എല്ലാ ഫയലും ഒരുമിച്ച് കാണിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് വേണ്ടാത്ത ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് മെമ്മറി സ്പേസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പെർമിഷൻ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ആപ്പ് അനലൈസർ. അത് എന്തിനാണ് ഞാൻ ഓൺ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ആപ്ലിക്കേഷനും ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത് കിടക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷൻ്റെയും ക്യാഷയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ കാണിച്ച വീഡിയോ ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിലേക്ക് പോയിട്ട് ക്യാഷയും ഡാറ്റയും ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.